എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കയുടെ ചാറുകറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും. കറിക്ക് വേണ്ടി ആദ്യം തന്നെ ചക്ക വൃത്തിയാക്കി മുറിച്ചെടുക്കാം. ഏകദേശം 3-4 ആഴ്ച പ്രായമുള്ള ചക്കയുടെ പകുതിയാണ് ഇവിടെ കറിക്ക് വേണ്ടി എടുക്കുന്നത്. ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു സവോള, മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ആദ്യം തന്നെ കൂട്ടുകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഓരോന്നായിട്ട് പറയാം. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കൂട്ടുകളെല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുകളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5-10 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കണം. ഈ സമയം കൊണ്ട് മസാലയൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ചു വരും. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് വേണ്ടാത്തവർക്ക് മെലൻ സീഡോ തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ്. ഇടിച്ചക്കയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറി നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.